ഒരു കൊലപാതകം നടത്താൻ കൊട്ടേഷൻ കൊടുക്കുക അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൂട്ടുപിടിക്കുക എന്നുള്ളതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. എന്നാൽ ഒരു കൊലപാതകം നടത്താൻ അന്യ സംസ്ഥാനക്കാർക്ക് കരാറ് കൊടുക്കുക എന്നുള്ളത് ആദ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അത് ഞെട്ടിപ്പിക്കുന്ന ഒന്നുമാണ്. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ കരിക്കോട്ടക്കരയിൽ 2018 മേരി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചറെ ഭർത്താവ് അന്യ സംസ്ഥാനക്കാർക്ക് കരാറ് കൊടുത്ത് കൊല ചെയ്യിക്കുന്നു. ഈ കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവസാനം ഇയാൾ പിടിക്കപ്പെടുന്നു. ഇയാൾ എന്തുകൊണ്ടാണ് ഈ ടീച്ചറെ കൊല ചെയ്തത്? അയാൾ എങ്ങനെയാണ് പിടിക്കപ്പെട്ടത്? ആ കേസിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഇത് കരിക്കോട്ടക്കരയിലെ സെൻറ്റ് തോമസ് സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ഇത് അന്ന് ഹൈസ്കൂളായിരുന്നു, ഇന്നത് ഹയർ സെക്കൻഡറി ആക്കിയോ എന്ന് അറിയില്ല. ഹൈസ്കൂളായിരുന്നു. അവിടുത്തെ അധ്യാപികയാണ് ഈ മേരി ടീച്ചർ. ഈ ചരളി എന്ന് പറയും. ചരളി അറിയില്ലോ, നിങ്ങളുടെ നാടൊക്കെയല്ലേ, അടുത്തുള്ളല്ലേ. ചരളിയിലാണ് ഇവരുടെ വീടുള്ളത്. അപ്പോൾ ഈ അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മലയോര പ്രദേശമാണല്ലോ. ഈ മലയോര പ്രദേശത്ത് നിന്ന് ഈ ചരളിയിലെ വീട്ടിൽ നിന്ന് ഈ മല ഇറങ്ങി ഇവർ ഈ സ്കൂളിൽ എത്തുകയും അവരോട് നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനമാണ് ഈ മേരി ടീച്ചറോട്. MP മേരി എന്നാണ് ഒഫീഷ്യൽ നെയിം, MP മേരി. അപ്പോൾ ഇവർക്ക് 2 പെൺമക്കളുമുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അധ്യാപിക എല്ലാ ദിവസവും ഈ സ്കൂളിൽ എത്തി കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നു. ഒപ്പം നാട്ടുകാർക്കൊക്കെ വളരെ ബഹുമാനമാണ്. പ്രത്യേകിച്ച് അധ്യാപകരോട് നാട്ടുകാർക്കൊക്കെ സാധാരണഗതിയിൽ ഒരു ബഹുമാനം ഉണ്ടാകാറുണ്ട്. പുതിയ കാലഘട്ടത്തിൽ അധ്യാപകർ ചെയ്ത് വെച്ച ചില പ്രശ്നങ്ങൾ കൊണ്ട് അധ്യാപകരോട് ചിലരേ ഉള്ളൂ, എല്ലാവരും ഇല്ല, ചില അധ്യാപകർക്കൊക്കെ എതിരെ ചില കാര്യങ്ങൾ വരികയും അത് സമൂഹത്തിൽ ആ ഒരു പ്രൊഫഷനോട് ചിലർക്കൊക്കെ ഒരു അവമതിപ്പ് ഇടയ്ക്ക് തോന്നുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ ഈ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള പരാതിയും അവിടെ ഇല്ല. ഇത് കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഇവർ താമസിക്കുന്നത്. ഇവരുടെ ഭർത്താവിൻ്റെ പേരാണ് സാബു. ഈ സാബു അവിടെ ഒരു ലോറി ഡ്രൈവറാണ്. ഇയാളുടെ കല്ലിൻ്റെ കച്ചവടമാണ്. ഈ മലയോര മേഖലയിൽ കല്ലുണ്ടല്ലോ, കല്ല് കച്ചവടമൊക്കെയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട പരിപാടി. അങ്ങനെ പുറത്തു നിന്ന് നോക്കുന്നവർക്ക് ഈ കുടുംബത്തിൽ യാതൊരു പ്രശ്നവുമില്ല. മേരി ടീച്ചറും അതായത് MP മേരിയും സാബുവും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. അവർ വളരെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളില്ല, കടബാധ്യതയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബം കൂടിയാണ് ഇത്. ഈ വീടിന് ചുറ്റും ഒരു റബ്ബർ തോട്ടം കൂടിയുണ്ട് എന്നാണ് ഓർമ്മ. അങ്ങനെ വളരെ കുഴപ്പമൊന്നുമില്ല എന്ന് നാട്ടുകാർ കരുതുന്ന ഒരു കുടുംബം. 2018 ജൂലൈ മാസം 22-ാം തീയതി ഞായറാഴ്ച പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പുലർച്ചെ ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി ഈ സാബു അടുത്തുള്ള വീടുകളിൽ എല്ലാവരും വിളിച്ചു പറഞ്ഞു തൻ്റെ ഭാര്യ മരണപ്പെട്ടു, ആത്മഹത്യ ചെയ്തു, കിണറ്റിൽ ചാടിയെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന മറുപടി എല്ലാവരോടും പറഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാർ ഓടിയെത്തി. അപ്പോഴേക്കും മേരി ടീച്ചറുടെ മൃതശരീരം പൊന്തിക്കിടക്കുകയാണ്. മരണപ്പെട്ടല്ലോ, വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്നതാണ് ആളുകൾ കാണുന്നത്. മരണപ്പെട്ടെന്ന ആൾക്കാർക്ക് മനസ്സിലായതോടുകൂടി അവർ പോലീസിൽ വിവരം അറിയിച്ചു. ആരും ഇറങ്ങിയതെടുക്കാൻ തയ്യാറായില്ല. കാരണം അവിടുത്തെ ദൃശ്യം കുറച്ച് പ്രശ്നമായിരുന്നു. ഈ കിണറിൽ ഒരു ഏണി ഇറക്കി വെച്ചിരിക്കുന്നു. ഒപ്പം ഇതിൻ്റെ മോട്ടറിൻ്റെ പൈപ്പ് അറുത്തു മാറ്റിയിരിക്കുന്നു. പൈപ്പ് ഒരു സൈഡിൽ കിടക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ ആ കിണറിലുണ്ട്, ഈ ബോഡി കിടക്കുന്ന കിണറിൽ ഉണ്ട്. അങ്ങനെയായപ്പോൾ നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. കരിക്കോട്ടക്കരി പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെ പോലീസ് സ്ഥലത്തെത്തി അവർ പരിശോധിച്ചു. മൃതശരീരം രാവിലെയോടുകൂടി പുറത്തെടുത്തു. അത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമാണ് എന്ന് ബോധ്യപ്പെട്ടു. ഈ ഒരു സ്ത്രീ മുങ്ങി മരിച്ചിരിക്കുന്നു എന്നാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അങ്ങനെ ഇതൊരു ആത്മഹത്യ എന്ന നിലയിൽ തന്നെ കരിക്കോട്ടക്കരി പോലീസ് മുന്നോട്ട് പോയി. പക്ഷേ നാട്ടുകാർ അത് വിശ്വസിക്കാൻ തയ്യാറല്ല. ആ കിണറിലെ കാഴ്ച അങ്ങനെയാണ്. എന്തിന് പൈപ്പ് അറുത്തു? ഏണി വെച്ചതിൽ കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. മേരി ടീച്ചറെ രക്ഷിക്കാനുള്ള ശ്രമം ഭർത്താവ് നടത്തി, അതിനുവേണ്ടി കിണറ്റിൽ ഏണി ഇറക്കി വെച്ചു എന്ന് പറയാം. പക്ഷേ പൈപ്പ് എന്തിനാണ് അറുത്തു മാറ്റിയത്? പൈപ്പ് ഒടിഞ്ഞതല്ല, പൈപ്പ് അറുത്തു മാറ്റിയിരിക്കുകയാണ്. ഒരു സ്ത്രീ അതിൽ കിടക്കവേ ഭർത്താവ് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ പൈപ്പിൽ പിടിച്ച് ഇറങ്ങാൻ നോക്കുകയും ഏണി വെക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ പൈപ്പ് ഒടിഞ്ഞാണ് മാറേണ്ടത്. ഇത് ആക്സാ ബ്ലേഡ് വെച്ച് വളരെ കൃത്യമായി അറുത്തു മാറ്റിയിരിക്കുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. പോലീസ് പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഇത് ആത്മഹത്യ എന്ന രീതിയിൽ തന്നെ അവരെഴുതിത്തള്ളി അവരവരുടെ പാട്ടിന് പോയി. നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കണ്ണൂരാണ് സ്ഥലം. അവർക്ക് ഈ പ്രതിബദ്ധത എന്ന് പറയുന്ന സാധനം കണ്ണൂരുകാർക്ക് ഇച്ചിരി കൂടുതലാണ്. ഇപ്പോൾ ഒരു വിവാഹ ചടങ്ങ് നടക്കുകയാണെങ്കിൽ പോലും സമീപത്തുള്ള എല്ലാവരും സഹായിക്കാൻ വേണ്ടി അവിടെ ചെല്ലും. ചില നാടുകളിലൊക്കെ ആണെങ്കിൽ ആളുകൾ സഹായിക്കാത്തണമെങ്കിൽ മദ്യകുപ്പിയാണ്. മദ്യം തീർന്നവരെല്ലാം അവരുടെ പാട്ടിന് പോവുകയും ചെയ്യും. കണ്ണൂർ അങ്ങനല്ല. പിന്നെ പ്രത്യേകിച്ച് സ്ത്രീധനമൊന്നും ഇവിടെ വാങ്ങാനും കൊടുക്കാനും ഒന്നും പാടില്ല. അത് ചോദിച്ചാൽ അവർ അടിയിക്കുകയും ചെയ്യും, തല്ലും കിട്ടും. അങ്ങനെ സ്ഥലമാണ്. അങ്ങനെ ഇവർ നേരെ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഈ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷൻ ഇവരങ്ങ് ഉപരോധിച്ചു.
വലിയ പ്രശ്നമായി. ഞാൻ പറഞ്ഞല്ലോ, കണ്ണൂർ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലുതായി വളർന്നുകൊണ്ടേയിരിക്കും. ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടാകാൻ വലിയ സമയമൊന്നും അവിടെ വേണ്ട. ക്രമസമാധാനം തകരാൻ വേണ്ടി വലിയ സമയം വേണ്ടാത്തൊരു സ്ഥലമാണല്ലോ. പിന്നെ നാട്ടുകാർക്ക് പ്രത്യേകിച്ചും ഈ ടീച്ചറോട് വലിയ കാര്യം, വലിയ സ്നേഹമാണ്. അങ്ങനെ അവരുടെ മരണത്തിൽ അന്വേഷിച്ചേ പറ്റൂ എന്നൊരു നിർബന്ധം പറഞ്ഞു. കുട്ടികളോട് ഈ നാട്ടുകാർ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സാബു ഇത് തടഞ്ഞു. അതാണ് നാട്ടുകാരുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംശയം. കുട്ടികളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ സമീപത്തെ സ്ത്രീകൾ ശ്രമിക്കുമ്പോൾ ഇയാൾ അടുപ്പിക്കുന്നില്ല വീട്ടിലോട്ട്. കുട്ടികളുടെ അടുത്തേക്ക് ആരും വരാൻ ഇയാൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ നാട്ടുകാർ ഇത് പ്രശ്നം വലുതാക്കി. അന്നത്തെ എസ് ഐ എന്ന് പറയുന്ന ഇരിട്ടി എസ് ഐ രാജീവനാണ്. അദ്ദേഹത്തിനാണ് ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ അന്വേഷണം കൊടുത്തത്. അദ്ദേഹത്തിന് ഇത് കൊടുക്കാനുള്ള കാരണം, അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷനിലെ ഒരു ASI അതിന് ഏതാനും 2 ദിവസം മുമ്പ് ഈ ഇരിട്ടി പാലത്തിൻ്റെ അപ്പുറം ഈ PWDയുടെ ഒരു വിശ്രമ കേന്ദ്രമുണ്ട്. ഈ വിശ്രമ കേന്ദ്രത്തിന് അവിടെ 2 പേര് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇവരെ വിളിച്ച് ഈ ASI പെട്രോളിങ്ങിനിടയിലാണ് ഇവന്മാരെ കാണുന്നത്, പതിരാത്രിയിലാണ് കാണുന്നത്. ഇവന്മാരെ വിളിച്ച് ഇവന്മാർ ID കാർഡൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഒരുത്തൻ്റെ പേര് രവികുമാർ, രണ്ടാമത്തെ പേര് ഗണേശൻ. ഇങ്ങനെ 2 പേരെയാണ് ഇരിട്ടി ASI കണ്ടത്. ഈ ഇരിട്ടി ASI എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവരം പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ SI രാജീവനോട് പറഞ്ഞിരുന്നു. അപ്പോൾ രാജീവനോട് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ASI പറഞ്ഞൊരു കാര്യം, ഞാൻ ഇവരോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കവേ ഇവർ ജോലിക്ക് വന്നത് സാബു എന്ന് പറയുന്ന കല്ല് വിൽപ്പനക്കാരൻ്റെ അടുത്തേക്കാണ്. ഞാൻ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഈ സാബു അവിടെ ഒരു ഓട്ടോയിലെത്തുകയും ഇവരെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം ഈ SI രാജീവനോട് പറയും. അങ്ങനെ SI രാജീവൻ ഈ വിവരം അന്നത്തെ പിന്നെ ഇരിട്ടി DYSP പ്രജീഷ് തോട്ടത്തിൽ അദ്ദേഹത്തെ വിളിച്ച് ഈ കൊലപാതകത്തിന് ശേഷം എൻ്റെ സ്റ്റേഷനിലെ ASI എന്നോട് ഈ വിവരം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഈ പ്രജീഷ് തോട്ടത്തിനോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇത് സംബന്ധിച്ചൊരു അന്വേഷണം രാജീവൻ നടത്താൻ പറഞ്ഞു. അങ്ങനെ ഇരിട്ടി SI ആയിട്ടുള്ള രാജീവനും ഈ കേസിൽ അന്വേഷണം നടത്തി. ഇതിന് കാര്യമായൊന്നും കിട്ടുന്നില്ല. കുട്ടികളോട് ചോദിക്കുമ്പോഴും കുട്ടികൾ ഉറങ്ങാൻ പോയി കിടന്നു. പക്ഷേ കുട്ടികൾ പറഞ്ഞതിനകത്തൊരു പ്രത്യേകതയുണ്ട്. സ്ഥിരമായി ഇവർ തമ്മിൽ അവിടെ പ്രശ്നങ്ങളുണ്ട്. അമ്മയും അച്ഛനും തമ്മിൽ സ്ഥിരമായി, അതായത് പുറത്തു നിന്ന് ആളുകളോട് ചോദിക്കുമ്പോൾ അവിടെ ഒരു വിഷയവുമില്ല. പക്ഷേ കുട്ടികളോട് പോലീസ് സംസാരിച്ചപ്പോൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ സ്ഥിരമായി ഉണ്ട്. അപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായി തുടങ്ങി. അങ്ങനെ ചോദ്യം ചെയ്ത കുട്ടികളുടെ മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും DYSPക്ക് റിപ്പോർട്ട് കൊടുത്തു ഇങ്ങനെ ചില സംശയങ്ങളുണ്ടെന്ന്. അങ്ങനെ ഈ കൊലപാതകം നടന്ന 2018 ഓഗസ്റ്റ് മാസം 5-ാം തീയതി SIT രൂപീകരിച്ചു പ്രജീഷ് തോട്ടത്തിൽ, അതായത് ഇരിട്ടി DYSP. SIT എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതായത് വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെ, പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെ യോജിപ്പിച്ചുകൊണ്ടാണ് ഈ SIT പോലീസ് രൂപീകരിക്കാറുള്ളത്. അത് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ അന്വേഷണത്തിൽ ഈ പറയുന്ന അന്ന് രാത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയ ഇവരിലേക്കായി അന്വേഷണം. അതായത് രവികുമാർ, ഗണേശൻ, ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഫോട്ടോ പോലീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ സാബു നാട്ടുകാരോട് ഭാര്യ ആത്മഹത്യ ചെയ്തു, അതിൻ്റെ ദുഃഖം എന്നൊക്കെ രീതിയിൽ വലിയ നമ്പറുകളൊക്കെ ഇട്ട് നടക്കുകയാണ്. പോലീസ് ഇത് വെച്ചിട്ട്, അതായത് ഇവരുടെ അന്നത്തെ ആ ASI എടുത്ത ഫോട്ടോ, ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തി. തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തിയപ്പോൾ ഇവന്മാർ 2 പേരും കൊട്ടേഷൻ സംഘം അംഗങ്ങളാണ്. ഇവർ തമിഴ്നാട് പോലീസിന് വിവരം കൊടുത്തു, ഇവരെ കിട്ടണം. കേരളത്തിലെ ഇതുപോലെ ഇരിട്ടി DYSPയുടെ പരിധിയിലുള്ള ചരളി എന്ന് പറയുന്ന സ്ഥലത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ട്, അതിൽ പ്രതികൾ ഇവരാണോ എന്ന് സംശയമുണ്ടെന്നായിരുന്നു. തമിഴ്നാട് പോലീസ് ഇറങ്ങി തപ്പിയപ്പോൾ ഇവന്മാരെ ഹിസ്റ്ററി ഇത് ശരിയല്ല, ഇവന്മാർ കൊട്ടേഷൻ സംഘങ്ങളാണ്, നേരത്തെയും ക്രൈം കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവന്മാരെ തമിഴ്നാട് പോലീസ് പിടിച്ച് കേരള പോലീസിന് കൊടുത്തു. ഇതൊന്നും ഈ സാബു അറിഞ്ഞില്ല. ഇവന്മാരെ 2 പേരെയും പിടിച്ച് കൊണ്ടുവന്ന് ചോദ്യം ചെയ്തപ്പോൾ ഇവന്മാർ പറഞ്ഞു, സാബുവിനെ ഞങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു. ഞങ്ങൾ ഈ സ്ഥലത്ത്, അതായത് കരിക്കോട്ടക്കരിയിൽ ഈ കല്ലിൻ്റെ ജോലിക്ക് വന്ന് സാബുവിനെ പരിചയപ്പെട്ടതാണ്. ഇങ്ങനെ സാബു ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപ തന്നു ഭാര്യയെ കൊലപ്പെടുത്താൻ. അങ്ങനെ ഞങ്ങളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന്, സാബുവും ഞങ്ങൾ ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഇവന്മാർ ഈ കുറ്റം അഡ്മിറ്റ് ചെയ്തു. പിന്നാലെ സാബുവിനെ ചരളിയിൽ വന്ന് പോലീസ് എടുത്തു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സാബുവിന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. കാര്യം കൂട്ടുപ്രതികൾ ഈ കുറ്റം അഡ്മിറ്റ് ചെയ്തു, സാബു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന രീതി, സാബുവിന് മറ്റൊരു വിവാഹം കഴിക്കണമായിരുന്നു. ഇതാണ് ഈ കുറ്റകൃത്യത്തിൻ്റെ മോട്ടീവ്, കൊലപാതകത്തിൻ്റെ മോട്ടീവ് അതായിരുന്നു. വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഭാര്യയെ ഒഴിവാക്കണം. ഭാര്യയെ പല വിധത്തിൽ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും കുട്ടികൾക്ക് പിതാവ് വേണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി മേരി ടീച്ചർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. പെൺമക്കളാണ്, തനിക്കൊപ്പം ഒറ്റയ്ക്ക് നിങ്ങളെ വളർത്താൻ പറ്റില്ല, മാത്രമല്ല അവർക്ക് പിതാവിൻ്റെ സ്നേഹം വേണം. സാബുവിനെ സംബന്ധിച്ചിടത്തോളം സാബു നല്ല അച്ഛനാണ്, കുട്ടികളുടെ മുന്നിൽ നല്ല അച്ഛനാണ്. പക്ഷേ സാബു നല്ലൊരു ഭർത്താവല്ല. സാബുവിന് ഭാര്യയെ എങ്ങനെങ്കിലും
ഒഴിവാക്കണം, കുട്ടികൾ വേണം, പക്ഷെ ഭാര്യ വേണ്ട. പകരം വേറൊരാളെ സാബു കണ്ടുവച്ചിട്ടുണ്ട്. അവരെ കൂട്ടിക്കൊണ്ട് വരണമെങ്കിൽ മേരി ടീച്ചർ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ. അങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രതികളോടൊപ്പം ചേർന്ന് ഈ സാബു ഒരു പ്ലാൻ തയ്യാറാക്കി. പ്ലാൻ ഇതാണ്: ഭാര്യ എടുത്ത് കിണറ്റിലിടുക, മുങ്ങിമരണം. നമ്മളിപ്പോൾ ആരെങ്കിലും പിടിച്ച് വെള്ളത്തിലിട്ടാൽ അങ്ങനെ അവർ മുങ്ങി മരിച്ചാലും അത് മുങ്ങിമരണമാണ്. പോസ്റ്റ്മോർട്ടത്തിൽ അങ്ങനെ വരത്തുള്ളൂ. അതാണ് ഈ കൊലപാതകത്തിൻ്റെ ഒരു പ്രത്യേകത. എളുപ്പം നടത്താൻ പറ്റുന്ന കൊലപാതകമാണ് ആളുകളെ എടുത്ത് കുളത്തിലോ ഡാമിലോ ഒക്കെ എടുത്തിടുക. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൊലപാതകമാണ്. ആൾ മരിച്ചു പോകും. പോസ്റ്റ്മോർട്ടം നോക്കുമ്പോൾ മരണപ്പെട്ടു. ഈ മരിച്ച ആൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് ആ രീതിയിലേ പോകത്തുള്ളൂ. അവൻ മരണപ്പെട്ടു, അവന് പേഴ്സണലി കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇത് കൊലപാതകമാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. പക്ഷെ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ ഇവന് വന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ കോൾ ആരാണ്, ഈ ടവർ ലൊക്കേഷനിൽ വേറെ ആരുടെ, ആ കോളിലെ ടവർ ലൊക്കേഷനിലുള്ള ആൾ ഈ കൊലപാതകം നടന്ന സ്ഥലത്തുണ്ടോ, ആ സമയത്തുണ്ടായിരുന്നോ എന്ന് ടവർ ലൊക്കേഷൻ എടുത്താൽ ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥന് ഇത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ എളുപ്പം നടത്താൻ പറ്റുന്ന കൊലപാതകങ്ങളാണ്. ആളുകളെ എടുത്ത് ട്രെയിനിൻ്റെ മുന്നിൽ ഇടുക, വെള്ളത്തെ എടുത്ത് മുക്കി കൊല്ലുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അത് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നടത്തുമ്പോഴും ഈ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെയാണ് ഈ കൊലപാതകം നടത്തുന്നതെങ്കിൽ ഇത് മുങ്ങിപ്പോവുകയും ചെയ്യും. കാര്യം വാർത്തയൊന്നും വരത്തില്ല, ആർക്കും സമയമില്ല വാർത്ത കൊടുക്കാൻ. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന സമയം, അതുപോലെ വലിയ സംഭവങ്ങൾ നടക്കുന്ന സമയം, ഈ സമയത്ത് ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ഇതൊന്നും വാർത്തയാവില്ല, വലിയ വാർത്തയായിട്ട് വരത്തില്ല. ചിലപ്പോൾ ഒരു സ്ക്രോളായിട്ട് ഏറ്റവും അടിയിൽ ഇങ്ങനെ എഴുതി പോകുമല്ലോ, സ്ക്രോൾ, ഫ്ലാഷും ബ്രേക്കും അല്ലാതെ സ്ക്രോൾ പോകും. ആ സ്ക്രോളിൻ്റെ താഴെ ഒന്ന് 2 വരി പോകുമെന്നല്ലാതെ ഇതിനകത്തൊന്നും പറിച്ച ഒരു സംഭവം ഉണ്ടാവാറില്ല. അതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ സാബു മാസങ്ങൾക്ക് മുമ്പുള്ള പദ്ധതി പ്രകാരം ഇവരെ വിളിച്ചു വരുത്തിയായിരുന്നു. അങ്ങനെയാണ് ഈ ASI കാണുന്നത്. ഇവർ തമിഴ്നാട്ടിൽ നിന്നും തലശ്ശേരി വരെ ട്രെയിനിൽ വരികയും അവിടെ നിന്ന് റോഡ് മാർഗ്ഗം ഇരിട്ടിയിൽ എത്തുകയുമായിരുന്നു. ഇരിട്ടിയിൽ സാബുവിനെ കാത്തിരിക്കുമ്പോഴാണ് ഇരിട്ടി ASIയുടെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘത്തിൻ്റെ കണ്ണിൽ ഇവന്മാർ പെടുന്നത്. അതായത് ഏത് കുറ്റകൃത്യത്തിനും ഒരു ചെറിയൊരു സാധനം ഉണ്ടാകുമല്ലോ, ഒരു തെളിവ് അവശേഷിക്കും. അതാണ് ആ നിർണായക തെളിവാണ് ഈ കേസ് തെളിയിക്കാനുള്ള കാരണം. ആ ASI എന്ന് ഫോട്ടോ എടുത്ത് വെച്ചത്. അങ്ങനെ അവിടെ നിന്നും ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകുന്ന സാബു കൊണ്ടുപോകുന്നത് ഒരു റൂമിലേക്ക് ഇവന്മാരെ മാറ്റുന്നു. അതിനുശേഷം ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ജൂലൈ 22-ാം തീയതി ഞായറാഴ്ച രാത്രിയിൽ, അന്ന് ശനിയാഴ്ച ഉച്ചയോടുകൂടി സാബു വീട്ടിലെ ഫ്രിഡ്ജിൻ്റെ വയറങ്ങ് കട്ട് ചെയ്തതാണ്. അതോടുകൂടി ഫ്രിഡ്ജ് കംപ്ലൈൻ്റായി. ഭാര്യയ്ക്ക് അത് ബോധ്യപ്പെട്ടു, ഫ്രിഡ്ജ് കംപ്ലൈൻ്റായി. സാബു ഇത് ചുമന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് സാബു ഈ ഫ്രിഡ്ജുമായിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി ഈ കരിക്കോട്ടക്കരയിലെ പമ്പിൽ ചെന്നു. ഫ്രിഡ്ജ് കാണണം, ശരിയാക്കാൻ കൊണ്ടുവന്നു, മൊഴിയെല്ലാം ആ രീതിയിൽ വരണം. അപ്പം പമ്പിലെ ജീവനക്കാർ മൊഴി പറയണം. അവരെ അങ്ങോട്ട് പറഞ്ഞ് സാബു ബോധ്യപ്പെടുത്തി. ഫ്രിഡ്ജ് എന്തു പറയാനാടേ, രാവിലെ ഫ്രിഡ്ജ് കേടായി, ഒന്നാമത് ഇനിയിപ്പം നാളെ ഞായറാഴ്ചയും കൂടിയാ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്നിനിയിപ്പം നാളെ കടകൾ തുറക്കില്ലല്ലോ, അപ്പോൾ ഇന്ന് തന്നെ ഇത് ശരിയാക്കണം, അതിന് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് ഇവൻ അവിടെയും അഭിനയം എടുത്തു. ഇതിന് ശേഷം ഇത് ഫ്രിഡ്ജ് കൊണ്ടുപോയി ശരിയാക്കണമല്ലോ, ഫ്രിഡ്ജിൻ്റെ വയർ എലി കറണ്ടുകൊണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി ഇത് ശരിയാക്കുകയും ചെയ്തു. അപ്പോൾ അവിടെയും തെളിവായി, ഫ്രിഡ്ജ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. റിപ്പയറിംഗ് സ്ഥലത്തെ തൊഴിലാളി സാക്ഷിയായി ഇതിന്. അവിടെ നിന്നും ഇത് ശരിയാക്കി ഈ ഫ്രിഡ്ജുമായി സാബു രാത്രിയോടുകൂടി, അതായത് ശനിയാഴ്ച രാത്രിയോടുകൂടി ഇവിടെ വന്നു, ഈ ചരളിയിലെ വീട്ടിലെത്തി. ഈ സമയത്ത് തന്നെ സാബുവിൻ്റെ ജീപ്പിൽ 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതായത് ഈ രവികുമാറും ഗണേശനും. ഇവന്മാരെ വീട്ടിലേക്ക് കയറുന്നതിന് 100 മീറ്റർ ദൂരെ സാബു ജീപ്പിൽ നിന്ന് ഇറക്കി. ഇവർ 2 പേരും വീടിൻ്റെ പരിസരത്തായി ഒളിച്ചു നിന്ന് പോയി. സാബു ഈ ജീപ്പ് കൊണ്ടുവന്ന് അവിടെ പാർക്ക് ചെയ്ത ശേഷം കുട്ടികൾ ഉറങ്ങി എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി ഭാര്യയെ ഈ ഫ്രിഡ്ജ് എടുത്ത് അകത്ത് കയറ്റാൻ സഹായിക്കാൻ വേണ്ടി വിളിച്ചു. പാവം മേരി ടീച്ചർ ഇത് വിശ്വസിച്ചു. വീട്ടിലെ ഫ്രിഡ്ജ് നന്നാക്കി ഭർത്താവ് ഒറ്റയ്ക്ക് പിടിച്ച് കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പാവം സ്ത്രീ വന്നിത് പിടിക്കാൻ സഹായിച്ചു. സഹായിച്ച സമയത്ത് ഇവന്മാർ പുറകിൽ നിന്ന് വന്ന് പിടികൂടി ഇവരെ. സാബു ഇവരുടെ വാ പൊത്തിപ്പിടിച്ച്, ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് മുടിയിൽ പിടിച്ച് എടുത്തു. മറ്റവന്മാർ 2 പേരും, ഒരാൾ നടുവിനും പിടിച്ചു, ഒരാൾ കാലിലും പിടിച്ചു. ഇവരെ എടുത്ത് ഇവർ കിണറ്റിലിട്ടു. കുട്ടികൾ ഉറങ്ങി. മേരി ടീച്ചർക്കൊന്ന് ശബ്ദിക്കാൻ പോലും സമയം കൊടുത്തില്ല. അപ്പോൾ തന്നെ കിണറ്റിലേക്ക് വലിച്ചിട്ടു. മേരി ടീച്ചർ മരിച്ചില്ല. മേരി ടീച്ചർ ഈ പൈപ്പിൽ പിടിച്ച്, കിണറ്റിലെ പൈപ്പിൽ പിടിച്ച് പൊന്തി വന്നു. അപ്പോൾ ഈ സാബു എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്സാർ ബ്ലേഡ് കൊണ്ട് ഈ പൈപ്പ് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. പൈപ്പ് കട്ട് ചെയ്തതോടുകൂടി ആ ബലം പോയി, ടീച്ചർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. ടീച്ചർ വീണ്ടും വെള്ളത്തിൽ മുങ്ങി. പിന്നാലെ ടീച്ചർ പിന്നെയും പൊന്തി വന്നു. അവരവിടുത്തെ ആ പടവിൽ പിടിച്ച് കിടന്നു. പടവിൽ പിടിച്ച് കിടന്നപ്പോൾ ഈ രവികുമാറും അതുപോലെ തന്നെ ഗണേശനും കൂടെ വീടിന് പുറകുവശത്ത് ഒരു ഏണി ഇരിപ്പുണ്ടായിരുന്നു. ഈ ഏണി എടുത്തുകൊണ്ട് വന്ന്, കൃഷി ഇവർക്കുണ്ട്, സ്വന്തമായി കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് ഏണി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഈ ഏണി എടുത്തുകൊണ്ട് വന്ന് ഈ ഏണി വെച്ച് ഇവരെ
വെള്ളത്തിൽ പിടിച്ചു മുക്കി. ഇവരെ ഏണി വലിച്ചിട്ട് കളഞ്ഞു ഈ മേരി ടീച്ചർ. എന്നിട്ട് വീണ്ടും ഇവർ പൊന്തി വന്ന് ആ പടവിൽ പിടിച്ച് വീണ്ടും കിടന്നതോടുകൂടി ഇതിലെ ഗണേശനാണ് കിണറ്റിൽ ഇറങ്ങുന്നത്. ഗണേശൻ കിണറ്റിൽ ഇറങ്ങിയിട്ട് ഇവരെ പടവിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി. അതോടുകൂടി ഇവർ മരണപ്പെട്ടു. ഇതിനുശേഷം ഗണേശൻ തിരിച്ച് കയറി വരികയും ഈ ഗണേശനും രവികുമാറും കൂടി രാത്രി തന്നെ 2.5 ലക്ഷം രൂപയും വാങ്ങി അവിടെ നിന്നും മടങ്ങിപ്പോവുകയും ചെയ്തു. മടങ്ങിപ്പോയ ശേഷമാണ് രാത്രി ഏതാണ്ട് പുലർച്ചയോടുകൂടി ഈ സാബു അയാളുടെ നാടകം എടുക്കുന്നത്, ഭാര്യ മരിച്ചു എന്നുള്ള നാടകം എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ അവർ കുറ്റസമ്മത മൊഴിയായി പോലീസിനോട് സമ്മതിച്ചു. നാട്ടുകാർ ഈ കുറ്റസമ്മത മൊഴി കേട്ടതോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. നാട്ടുകാർ ഇത് കേട്ടതോടുകൂടി നാട്ടുകാർ ആകെ വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങി. എനിക്ക് ഓർമ്മയുണ്ട്, ഇവരെ കൊണ്ടുവന്ന സമയത്ത് ഈ പറയുന്ന സാബുവിനെയും പിന്നെ അതുപോലെ ഈ ഗണേശൻ രവികുമാറിനെ എല്ലാം അവിടെ കൊണ്ടുവന്നു. 2 പോലീസ് ജീപ്പിലായിട്ടാണ് കൊണ്ടുവന്നത്. നാട്ടുകാർ കൂവി വിളിച്ചു. അതിശക്തമായിട്ടുള്ള പ്രതിഷേധമായിരുന്നു. മാത്രമല്ല ഇവനെ ഇറക്കി വിടണം എന്നതുള്ളതായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. സാബുവിനെ അവർക്ക് വേണം. സാബു മേരി ടീച്ചർ അനുഭവിച്ച ആ വേദന, ആ കിണറ്റിനുള്ളിൽ കിടന്ന് ജീവന് വേണ്ടി കരഞ്ഞ മേരി ടീച്ചർ അനുഭവിച്ച ആ വേദന സാബു അറിയണം. നാട്ടുകാർക്ക് സാബുവിനെ എടുത്ത് കണക്ട് ചെയ്യണം. ഈ പ്രജിസ് തോട്ടത്തിൽ DYSP അതിന് തയ്യാറല്ല. കാരണം കേസിലെ പ്രതിയാണ്, തെളിവെടുപ്പ് നടക്കണം. തെളിവെടുപ്പൊക്കെ വളരെ ബുദ്ധിമുട്ടി പോലീസ്. വളരെ ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ ഒന്ന്, പോലീസിന് ഇവർ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല. ഇവർ പറയുന്നൊന്നും പോലീസിന് കേൾക്കാൻ പറ്റില്ല. നാട്ടുകാർ ആക്രോശിക്കുകയാണ്. അന്ന് സാബുവിനെ അവരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ സാബുവിനെ അവർ കൈകാര്യം ചെയ്താൽ. വളരെ ബുദ്ധിമുട്ടി പോലീസ്. വളരെ ബുദ്ധിമുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വണ്ടി പോലീസിനെ കൊണ്ട് പോലും ആ നാട്ടുകാരെ തടഞ്ഞു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വലിയ ഒരു നാടകം, സാബു നടത്തിയ ആ നാടകം പൊളിഞ്ഞുപോയി. മേരി ടീച്ചർ ആണെങ്കിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർ മരണപ്പെടുകയും ചെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ടു ആ സ്ത്രീയെ കിണറ്റിൽ അവരെ കൊലപ്പെടുത്താൻ ഏതാണ്ട് 43 മിനിറ്റ് വേണ്ടി വന്നു. ആ 43 മിനിറ്റ് അവർ ജീവന് വേണ്ടി ആ കിണറ്റിൽ കിടന്ന് കഷ്ടപ്പെട്ടു. ഇതിൻ്റെ അപ്പീലൊക്കെ ഇതിൻ്റെ കേസ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഒരു കേസിൻ്റെ ഇതിലെ പ്രതിയുടെ ഒരു വാദം ഹൈക്കോടതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരുണ്ട്. ഇതാണ് ഈ കേസ്. ശരി.